പ്രിയപ്പെട്ട സുലൈമാൻ, വ്യസനിക്കരുത്. 90 മിനിറ്റും പൂർത്തിയാക്കാനാകാതെ കളം വിടേണ്ടി വന്നൊരു മത്സരം മാത്രമായി ഈ പിറവിയെ കാണുക. മൈതാനത്ത് തോറ്റുപോയവർ അനവധിയുണ്ട്. പക്ഷെ രക്തസാക്ഷികൾ താങ്കളെപ്പോലെ കുറച്ചേയുള്ളൂ. താങ്കൾ വിശ്വസിക്കുന്ന മറ്റൊരിടത്ത്, ബ്രഹ്മാണ്ഡമായൊരു സ്റ്റേഡിയത്തിൽ താങ്കൾക്കായി ആർപ്പുവിളികൾ മുഴങ്ങുന്നുണ്ട്. ബൂട്ടുകെട്ടി ഒരുങ്ങൂ സുലൈമാൻ, തോൽവിയില്ലാത്തൊരു അനശ്വര മാച്ചിനായി. ഗസയിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഫലസ്തീൻ ഫുട്ബോൾ ഇതിഹാസം സുലൈമാൻ അൽ ഒബൈദിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഗസയിൽ പിടഞ്ഞു വീഴുന്ന ഏതൊരു കുഞ്ഞിനേക്കാളും വലുതല്ല സുലൈമാൻ. പക്ഷെ സുലൈമാനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കണം. സുലൈമാൻ അടക്കം ശൂന്യതയിൽ വരണ്ട മരുഭൂവിൽ കിളർത്തുവന്ന് വെള്ളമോ ഫലഭൂയിഷ്ടങ്ങളോ ഇല്ലാതെ വളർന്ന് ബോംബും ബുള്ളറ്റുകളും കബന്ധങ്ങളും നിറഞ്ഞ കൊടുങ്കാറ്റിനെ വകഞ്ഞുമാറ്റി പിറന്ന മണ്ണിന് ലോക കായിക ഭൂപടത്തിൽ മേൽവിലാസമുണ്ടാക്കാൻ പോരാടിയൊടുക്കം അധിനിവേശ കാട്ടാളത്തത്തിന് മുന്നിൽ ഇടറി വീണുപോയ ഒരുപിടി കായിക താരങ്ങളെക്കുറിച്ച്, കായിക ലോകത്തിൻ്റെ ഇടനെഞ്ചിൽ കനലുകോരിയിട്ട് എരിഞ്ഞടങ്ങുന്ന ദൗർഭാഗ്യം പേറിയൊരു കായിക സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് സംസാരിച്ചേ പറ്റൂ. സ്വാഗതം സേഫ് സോണിലേക്ക്. ഫലസ്തീൻ പെലെ എന്നായിരുന്നു അറബ് ലോകം സുലൈമാൻ അൽ ഒബൈദിനിട്ട പേര്. പെലെയെപ്പോലെയെന്ന് ചുമ്മാ ഒരാളെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. പെലെയെ അറിഞ്ഞവർക്കും സുലൈമാനെ കണ്ടവർക്കും മാത്രം അങ്ങനെ വിളിക്കാം. ഗസ മുനമ്പിൽ 1984 മാർച്ച് 24 ജനനം. പെലെയെപ്പോലെ കെട്ടുപന്തും കേടുവന്ന പഴങ്ങളും കൊണ്ട് പന്തു തട്ടി കളിച്ചവൻ. ചൂടുകാറ്റിലും തളരാതെ കുതിച്ചു പായുന്ന സുലൈമാനെ കണ്ട് നെടുവീർപ്പിട്ട മാതാപിതാക്കളും നാട്ടുകാരും. മറ്റെവിടെയോ ജനിക്കേണ്ടവനായിരുന്നുവെന്നവർ കഥനം പറഞ്ഞു. സുലൈമാൻ പക്ഷേ ഇവയൊന്നും ശ്രദ്ധിച്ചില്ല. പരിമിതികളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും നിറഞ്ഞ പെനാൾട്ടി ബോക്സുകളിലൂടെ വെട്ടിമാറിയും കൊടുങ്കാറ്റായും സുലൈമാൻ കടന്നുപോയി. ഗസയിലെ മുൻനിര ക്ലബ്ബായ ഖദാമത്ത് അൽ ഷാത്തിയയുടെ ജൂനിയർ ടീമിന്റെ കുന്തമുന. 20-ാം വയസ്സിൽ ഖദാമത്തിന്റെ മെയിൻ ടീമിൽ. പുറത്ത് ഇൻതിഫാദ നടക്കുമ്പോൾ കളത്തിനകത്ത് നാട്ടുകാരെ ആശ്വസിപ്പിക്കാനായി സുലൈമാൻ നിറഞ്ഞാടി. 2007 ദേശീയ ടീമിലേക്ക്. 2010 ഫലസ്തീൻ ടീമിൻ്റെയും സുലൈമാൻ്റെയും കരിയറിലെ വഴിത്തിരിവായ വർഷം. ജോർദാനിൽ നടന്ന പശ്ചിമേഷ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ഫലസ്തീനും യോഗ്യത നേടുന്നു. ഇറാഖിനും യമനുമൊപ്പം ഗ്രൂപ്പ് സിയിൽ സാന്നിധ്യം. യമനോട് തോറ്റെങ്കിലും 79-ാം മിനിറ്റിൽ അമ്മാനിലെ കിങ് അബ്ദുള്ള സ്റ്റേഡിയം ഒരു വിസ്മയത്തിന് സാക്ഷ്യം വഹിച്ചു. പെനാൾട്ടി ബോക്സിൻ്റെ ഇടത്തെ മൂലയിലേക്ക് വന്നിറങ്ങിയൊരു പന്ത് നിലത്ത് വീഴാൻ അനുവദിക്കാതെ കടകം മറിഞ്ഞൊരു വലങ്കാലൻ കിക്കിലൂടെ യമൻ ഗോൾ പോസ്റ്റിലേക്ക്. ഒരു മിന്നായം പോലെ ഗോൾ വല ഭേദിച്ചൊരു സിസർ കട്ട്. ആ ചാമ്പ്യൻഷിപ്പിൽ ഒറ്റ മത്സരവും ജയിച്ചില്ലെങ്കിലും ഫലസ്തീൻ ആഘോഷിക്കാൻ, ആശ്വസിക്കാൻ സുലൈമാൻ്റെ ആ ഒറ്റ കിക്ക് മതിയായിരുന്നു. അവരവനെ ഫലസ്തീൻ പെലെ എന്ന് വിളിച്ചു. സ്ട്രൈക്കറായും മിഡ്ഫീൽഡറായും ഒക്കെ സുലൈമാൻ പിന്നെയും നിറഞ്ഞാടി. 2011 സൗഹൃദ മത്സരത്തിൽ ഇന്തോനേഷ്യക്കെതിരെയും ഗോൾ. സുലൈമാൻ്റെ ചിറകിലേറി മർക്കസ് അൽ ഷബാബ് ഏഷ്യയിലെ പ്രധാന ക്ലബ് ടൂർണമെൻറ്റുകളിലൊന്നായ AFC പ്രസിഡന്റ് ട്രോഫിയുടെ റണ്ണറപ്പുകളായി. 2013 ദേശീയ ടീമിൽ നിന്നും വിടവാങ്ങൽ. പലസ്തീൻ കുപ്പായത്തിൽ 24 മത്സരങ്ങൾ. പിന്നാലെ ഖദാമത്തിലേക്ക് തിരിച്ചുവരവ്. 2014 മുതൽ 16 വരെ ഗസ സ്പോർട്സ് ക്ലബിൽ. 15-16 സീസണിൽ ഗസ പ്രീമിയർ ലീഗിൽ ടോപ്പ് സ്കോറർ. കരിയറിൽ ആകെ 100 ഗോളുകൾ. ഇതിനിടയിൽ ഫലസ്തീൻ ഹെൻറി എന്നും ഗസയുടെ കറുത്ത മുത്തെന്നുമൊക്കെ മാറി മാറി വന്ന വെളിപ്പേരുകൾ. ഖദാമത്തിൻ്റെ താരമായും ജൂനിയർ ടീമിൻ്റെ പരിശീലകനായും ഒക്കെ കളത്തിൽ തുടരുന്നതിനിടെയാണ് 2023 ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ വംശഹത്യാ പ്രൊജക്ട് ആരംഭിക്കുന്നത്. ബോംബും മിസൈലും പുകയും പൊടിയും ഒക്കെ ഒരു നാൾ അടങ്ങും. ചാരത്തിനടിയിലും കനലായി ബാക്കിയാകുന്ന കുരുന്നുകൾക്ക് നല്ല പരിശീലനം നൽകണം. നല്ലൊരു ടീമിനെ വാർത്തെടുക്കണം. സുലൈമാൻ്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പക്ഷേ ആയുസ് കുറഞ്ഞു വന്നു. ചോര കുടിച്ച് ദാഹം തീരാതെ ഇസ്രായേൽ സുലൈമാൻ്റെ മണ്ണിൽ നരനായാട്ട് തുറന്നു. വീട്ടിൽ ഭാര്യയും 5 മക്കളും. കളിയും കളിക്കളങ്ങളും തകർന്നതോടെ സമ്പാദ്യമെല്ലാം തീർന്നു. മക്കളുടെ മുഖത്ത് പട്ടിണിയുടെ ചോരഞരമ്പുകൾ തെളിഞ്ഞു വന്നു. നിവൃത്തികേടിൻ്റെ മൂർധന്യാവസ്ഥയിൽ സുലൈമാൻ റഫായിലെ ഭക്ഷ്യവിതരണ കേന്ദ്രത്തിലേക്ക് നടന്നു നീങ്ങി. ഭാര്യ ദുആ പറയുകയാണ്. വീട്ടിലെ ഭക്ഷണ സാധനങ്ങളൊക്കെ തീർന്നിട്ട് ആഴ്ചകളായിരുന്നു. മാർക്കറ്റിലെ തീ വില കൊടുത്ത് എന്തെങ്കിലും മേടിക്കാൻ കാശുമില്ല. മടിയും പേടിയുമായിരുന്നു റഫായിലേക്ക് പോകാൻ. ആരും തിരിച്ചറിയരുതെന്ന് കരുതി മുഖം മറച്ചും തൊപ്പി വെച്ചുമൊക്കെയാണ് ആദ്യം പോയത്. പോകാനിറങ്ങുമ്പോഴൊക്കെ ഞാൻ വിലക്കിയതാണ്.
ഭക്ഷണമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയേക്കും, നിങ്ങളില്ലാതെ പക്ഷേ പറ്റില്ല. മക്കൾ പട്ടിണി കിടക്കുമ്പോൾ ഞാനിവിടെ ഒരു പിതാവായി നോക്കി നിൽക്കുന്നതിൽ എന്താണ് അർത്ഥം എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കും. തലയ്ക്ക് മുകളിലൂടെയാണ് ബുള്ളറ്റുകൾ പാഞ്ഞു പോകുന്നത്. മൂന്നാമത്തെ തവണയും എങ്ങനെയൊക്കെയോ കിട്ടിയ സാധനങ്ങളുമായി മടങ്ങി വന്നപ്പോൾ സുലൈമാൻ പറഞ്ഞു, അടുത്ത തവണ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല, അങ്ങനെയാണെങ്കിൽ ഇനി പോകണ്ട എന്ന് ദുആ പറഞ്ഞു. വീണ്ടും ഭക്ഷണം തീർന്നു. മക്കളുടെ മുഖത്തേക്ക് നോക്കാൻ വയ്യാതായപ്പോൾ സുലൈമാൻ വീണ്ടും ഇറങ്ങി. ഉള്ളിലൊരാന്തലോടെ ദുആ കാത്തിരുന്നു. റഫായിൽ വീണ്ടും വെടിവെപ്പുണ്ടായെന്നും കുറേ പേർ മരിച്ചെന്നും കുറേ പേർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നും ആരൊക്കെയോ പറഞ്ഞു കേട്ടു. രാത്രിയായിട്ടും സുലൈമാൻ മടങ്ങി വന്നില്ല. ആളുകൾ ആ യാഥാർത്ഥ്യം അറിയിച്ചിട്ടും ദുആ വിശ്വസിച്ചില്ല. ഒടുക്കം അടുത്ത ദിവസം ചേതനയേറ്റ ശരീരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ മാത്രം നിർവികാരതയോടെ ദുആ ആ മുഖത്തേക്ക് നോക്കി. ഡ്രോൺ ആക്രമണത്തിൽ തകർന്നുപോയ ശരീരത്തിൽ ചോരയിൽ കുതിർന്ന് ബാക്കിയായ മുഖം. 2 ദിവസത്തിന് ശേഷം ദുആയുമായി സംസാരിച്ച അറബ് മാധ്യമപ്രവർത്തകനോട് അവരിങ്ങനെ പറഞ്ഞു. കാലുകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവനുണ്ടായിരുന്നത്. മണ്ണിലും സ്വപ്നങ്ങളിലും മോഹങ്ങളിലും ഇടറാതെ പിടിച്ചു നിർത്തിയ ആ കാലുകൾക്ക് മാത്രം എന്തെങ്കിലും സംഭവിച്ച് നരകിച്ചു ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റയടിക്കുള്ള മരണമാണെന്ന് പലപ്പോഴും പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വലിയ ശൂന്യതയ്ക്കിടയിലും എനിക്ക് ചെറിയൊരാശ്വാസമുണ്ട്. ദുആയുടെ കണ്ണുകളിൽ കണ്ട നിർവികാരതയ്ക്ക് പേരിടാൻ ആ മാധ്യമപ്രവർത്തകന് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട സുലൈമാൻ, വ്യസനിക്കരുത്. 90 മിനിറ്റും പൂർത്തിയാക്കാനാകാതെ കളം വിടേണ്ടി വന്നൊരു മത്സരം മാത്രമായി ഈ പിറവിയെ കാണുക. മൈതാനത്ത് തോറ്റുപോയവർ അനവധിയുണ്ട്. പക്ഷെ രക്തസാക്ഷികൾ താങ്കളെപ്പോലെ കുറച്ചേയുള്ളൂ. താങ്കൾ വിശ്വസിക്കുന്ന മറ്റൊരിടത്ത്, ബ്രഹ്മാണ്ഡമായൊരു സ്റ്റേഡിയത്തിൽ താങ്കൾക്കായി ആർപ്പുവിളികൾ മുഴങ്ങുന്നുണ്ട്. ബൂട്ടുകെട്ടി ഒരുങ്ങൂ സുലൈമാൻ, തോൽവിയില്ലാത്തൊരു അനശ്വര മാച്ചിനായി. സുലൈമാന്റെ മരണം വലിയ ഞെട്ടലാണ് അറബ് പശ്ചിമേഷ്യൻ കായിക മേഖലയിൽ ഉണ്ടാക്കിയത്. അതിന് പുറത്തേക്കും സൈഫായൊരു നടുക്കം പടർന്നു. യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ യുവേഫ അനുസ്മരണ കുറിപ്പിറക്കി. ഏറ്റവും ഇരുണ്ട സമയങ്ങളിൽ പോലും എണ്ണമറ്റ കുട്ടികൾക്ക് പ്രതീക്ഷ നൽകിയ പ്രതിഭയെന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. അങ്ങനെ ഒരു പ്രതിഭയെ എവിടെ വെച്ച് ആരെങ്ങനെ കൊന്നു എന്ന് പറയാൻ യുവേഫയെ മുഹമ്മദ് സലാ വെല്ലുവിളിച്ചു. ഉത്തരമുണ്ടായിരുന്നില്ല. യുവേഫയ്ക്കെതിരെ പ്രതിഷേധം ഇരമ്പി. സുലൈമാൻ അൽ ഉബൈദ് തീമഴയിൽ കരിഞ്ഞുപോയൊരു ഒറ്റപ്പൂവല്ല. 3 ആഴ്ചക്കിടെ മാത്രം ഗസയിൽ കൊല്ലപ്പെട്ട 3ാമത്തെ ഫുട്ബോൾ താരമാണ്. അൽ തുഫ ക്ലബ് താരം റഫേ ഷഹീനും സഹതാരം ഇസ്മയിൽ അബുദാനും കൊല്ലപ്പെട്ടത് 2 ആഴ്ച മുമ്പ്. 2 പേരും കൊല്ലപ്പെട്ടത് ഭക്ഷണത്തിനായി കാത്തുനിൽക്കവേ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ. പലസ്തീൻ ദേശീയ ടീമിന്റെ ഭാവി വാഗ്ദാനമായിരുന്ന 23 വയസ്സുകാരൻ അഹമ്മദ് ദറാഗ്മയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് വെസ്റ്റ് ബാങ്കിൽ വെച്ചാണ്. കഴിഞ്ഞ സീസണിൽ ടീമിനായി 6 ഗോളുകൾ നേടിയ ദറാഗ്മയെ അറബിക് ഫുട്ബോൾ വെബ്സൈറ്റായ ഖുറ ബെസ്റ്റ് സ്കോററായി തെരഞ്ഞെടുത്തിരുന്നു. 2023 ഒക്ടോബർ മുതൽ തുടങ്ങിയ ഈ വംശഹത്യയിൽ ഇതുവരെ 762 കായിക താരങ്ങളാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. അതിൽ 322 പേർ ഫുട്ബോൾ താരങ്ങൾ, 176 യുവതാരങ്ങളും 69 കുട്ടികളും 24 ഫുട്ബോൾ പരിശീലകരും ടെക്നിക്കൽ സ്റ്റാഫും കൊല്ലപ്പെട്ടവരിലുണ്ട്. സ്റ്റേഡിയങ്ങളും ക്ലബ്ബുകളും അടക്കം 288 കായിക സ്ഥാപനങ്ങൾ തകർന്നു. പലസ്തീൻ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് ജിബ്രിൽ റജൂബ് പറയുന്നു, താരങ്ങളും പരിശീലകരും റഫറിമാരും സ്പോർട്ടിംഗ് സ്റ്റാഫും അടക്കം കായിക മേഖലയിൽ ഫലസ്തീനിന്റെ കരുത്തായിരുന്ന 1000ഓളം പേർ ഇതിനകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഫലസ്തീൻ ക്ലബ്ബുകളെയും കായിക സ്ഥാപനങ്ങളെയും ഇസ്രായേൽ ബോധപൂർവം ടാർഗറ്റ് ചെയ്ത് ബോംബിട്ട് തകർത്തു. ഒളിമ്പിക് നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണിതെന്നും ഗസയ്ക്കൊപ്പം ഫലസ്തീന്റെ കായിക ഭാവിയെയും ഇസ്രായേൽ ചുട്ടരിച്ചെന്നും റജൂബ് പറയുന്നു. ഗസ സിറ്റിയിലെ പ്രധാന കളിമൈതാനമായിരുന്ന യർമൂക്ക് സ്റ്റേഡിയം ഇന്ന് ഫലസ്തീൻ തടവുകാരെ പാർപ്പിക്കുന്ന താൽക്കാലിക ജയിലാണ്. മറ്റു സ്റ്റേഡിയങ്ങളിൽ ഭൂരിഭാഗവും വ്യോമാക്രമണങ്ങളിലൂടെ തകർത്തു. കുട്ടികൾ കളിച്ചിരുന്ന ചെറിയ ഗ്രൗണ്ടുകളൊക്കെ താൽക്കാലിക ശ്മശാനങ്ങളാക്കി. ഗസ ഇന്ന് ചാരം മൂടിയൊരു മൈതാനമാണ്. ചികഞ്ഞു നോക്കിയാൽ മുഴുവനായും പാതിയിലും എരിഞ്ഞടങ്ങിയ കിനാവുകൾ കാണാം. ആ ചാരങ്ങൾക്ക് മുകളിൽ ഇനി എന്നെങ്കിലും കുമ്മായ വരകൾ തെളിയുമോ? അങ്ങനെ തെളിഞ്ഞാൽ തന്നെ ബൂട്ടുകെട്ടി ഇറങ്ങാൻ അവിടെ ആരെങ്കിലും ബാക്കി കാണുമോ? സുലൈമാന്റെ പിന്മുറക്കാർക്ക് ഈ ലോകത്ത് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമോ? സേഫ് സോൺ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.